ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും വേട്ടയാടലുകളിലും നടപടി തുടരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഹരിദാസ് ചന്ദ്ര തരണീദാസിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇസ്ലാമിസ്റ്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കള്ളക്കേസുകൾ ചുമത്തിയത്. ഭാരതത്തിന്റെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ ഭരണകൂട പിന്തുണയോടെയുള്ള ക്രൂരതകൾ തുടരുകയാണ്. ഗായ്ബന്ധ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ശ്രീ രാധാ ഗോവിന്ദ കാളി ക്ഷേത്രത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമയുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടിരുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിയ ഹരിദാസ് ചന്ദ്ര തരണീദാസിനെയാണ് കള്ളക്കേസ് ചുമത്തി പോലീസ് ഇപ്പോൾ ജയിലിലടച്ചിരിക്കുന്നത്. പ്രതിമ നിർമ്മിക്കാൻ തുടങ്ങിയ നാൾ മുതൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെയും ഇസ്ലാമിക ചിന്തകരുടെയും കണ്ണിലെ കരടായിരുന്നു ഹരിദാസ് ചന്ദ്ര. ഇസ്ലാമിക വിരുദ്ധമെന്നാരോപിച്ച് ഈ പ്രതിമയുടെ നിർമ്മാണം തടയാൻ തീവ്രവാദികൾ നിരന്തരം പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. തുടർന്ന് തീവ്രവാദികൾക്ക് മുന്നിൽ ഭയന്നോടിയ ബംഗ്ലാദേശ് സർക്കാർ നിർമ്മാണം ബലമായി തടഞ്ഞു. ഇതിന് പിന്നാലെയാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഹരിദാസ് ചന്ദ്രയെ കുടുക്കാൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാർ കള്ളക്കഥകൾ മെനയുന്നത്. അറസ്റ്റിനെ അതിശക്തമായ ഭാഷയിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ കൂട്ടായ്മയായ ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ അപലപിച്ചത്. ജനാധിപത്യം തകർന്ന ബംഗ്ലാദേശിൽ ഹൈന്ദവരുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും ജീവൻ കടുത്ത അപകടത്തിലാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ആസൂത്രിതമായ മതപരിവർത്തനവും ക്ഷേത്രങ്ങൾ തകർക്കലും പതിവായ ബംഗ്ലാദേശിൽ തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റ് ഹൈന്ദവ സംഘടനകളും വ്യക്തമാക്കുന്നത്. വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്താനാണ് സംഘടനകളുടെ തീരുമാനം. ജനം, ഡൽഹി.